ഐ ആം ലെറ്റിംഗ് AI ടു കൺട്രോൾ മീ. കുറച്ചുകൂടെ അയ്യോ ദോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണേ. ഇതൊക്കെ ചുമ്മാ ഒരു ഫണ്ണല്ലേ. ഇതൊക്കെ അത്രയ്ക്ക് വലിയ പാടായിട്ടുള്ള കാര്യമാണ്. പോമോഡോറോ സ്റ്റഡി ചലഞ്ച് ഡയറൊക്കെ കഴിഞ്ഞു. അത് ഇനി 5 മിനിറ്റ് ബ്രേക്ക്. വി വിൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ നല്ല തണുപ്പ്, അതാണ് ഇങ്ങനെ മൂടിപ്പുതച്ചിരിക്കണത്. ഇന്നൊരു സൺഡേ മോർണിംഗ് ആണ്. ഞാൻ ദാ എണീറ്റതേ ഉള്ളൂ. പല്ലൊക്കെ തേക്കാൻ വേണ്ടി ബ്രഷെല്ലാം എടുത്ത് വീടിൻ്റെ ബാക്കിലാണ് വന്നിരിക്കണേ. അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി ഇന്ന് നമ്മളൊരു ഞാൻ ഇങ്ങോട്ടും നോക്കണുണ്ട് സോറി. അപ്പം ഇന്നൊരു വെറൈറ്റി കണ്ടന്റാണ് ചെയ്യാൻ പോണത്. ഞാൻ കുറേ പേര് ചെയ്യണത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അന്നേ എഴുതി വെച്ച സംഭവമാണ്. ഇന്ന് ബുക്ക് എടുത്ത് നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഈ ഒരു കണ്ടന്റ് കിടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഓക്കെ, നോക്കുന്നത് ചെയ്ത് നോക്കാം. എനിക്ക് എങ്ങനെ അത് ഔട്ട്പുട്ട് കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കോമഡി ആയിട്ട് തോന്നും ആ ഒരു സംഭവം. സ്റ്റിൽ എന്താ, അതൊരു കോണ്ടന്റ് ആണല്ലോ. അപ്പം ഞാൻ എന്തായാലും പോയി പല്ലെല്ലാം തേച്ച് കാപ്പിയെല്ലാം കുടിച്ച് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുണ്ട്, പപ്പടമുണ്ട്, രസവടയുണ്ട്. ഇന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചതാട്ടാ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ആൻഡ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കല്ലേ, ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാം. വേറെ ഒന്നുമില്ല, എൻ്റെ ആസ് യൂഷ്വൽ ക്രീം ആൻഡ് ദെൻ മൈ ഫേവറേറ്റ് റാമിക്കോസിൻ്റെ ഒരു മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ് സിസ്ലിംഗ് ന്യൂഡ് 706 ഷെയ്ഡ്. ഞാൻ അതിനുശേഷം ഇത് വാങ്ങിച്ച പേജിൽ നിന്ന് മെസ്സേജ് അയച്ചപ്പോൾ അവരെനിക്ക് റിപ്ലൈ തരുന്നില്ല. ഈ ഷെയ്ഡ് ഞാൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ, ഓക്കെ. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മൾ റെഡിയായി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ ഐ ആം ലെറ്റിംഗ് AI ടു കൺട്രോൾ മീ. ഐ ആം ലെറ്റിംഗ് AI ടു കൺട്രോൾ മീ എന്ന് പറയുമ്പം ഞാനൊരു AI പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാണ്. ഇപ്പം ChatGPT ആണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോണത്. ChatGPTയോട് ഞാൻ ചോദിക്കും വാട്ട് ഷുഡ് ഐ ഡു ടുഡേ. ഞാൻ ഇന്ന് എന്തൊക്കെ ഞാൻ ചെയ്യുന്നു അതെല്ലാം അവിടെ നിന്ന് സജസ്റ്റ് ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പം ഒരു ഓൾ കൺട്രോൾ ഓവർ മീ ഞാൻ ChatGPTക്ക് കൊടുക്കുകയാണ്. ഞാൻ ചൂസ് ചെയ്ത AI പ്ലാറ്റ്ഫോം ChatGPT ആണ്. ഓക്കെ, അപ്പം ഞാൻ ChatGPTയുടെ അടുത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒരു പരിധി വരെ എനിക്ക് മടുക്കുമ്പോൾ ഞാൻ നിർത്തും. ഓക്കെ, എനിക്കെപ്പം മടുക്കുമോ അപ്പം ഞാൻ നിർത്തും. അപ്പം അതുവരെ ഓരോ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ChatGPTയോട് ഞാൻ ചോദിക്കും. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. ഐ ആം ലെറ്റിംഗ് ChatGPT ടു കൺട്രോൾ മീ ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഓൾറെഡി അന്ന് ChatGPTയുടെ വീഡിയോ ഇംഗ്ലീഷ് ചെയ്ത ആ ടൈമിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് നമ്മൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്യണത് ഇവിടെ സൈഡിൽ ഇങ്ങനെ കാണിച്ചേക്കാമേ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ കാണിച്ചാൽ ക്ലാരിറ്റി കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡിങ് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ മെസ്സേജ് അയക്കാൻ പോവുകയാണേ. ഇങ്ങനെ വെച്ച് അയക്കട്ടെ, കാണാമോ? ഞാൻ ഹായ് ChatGPT എന്നാണോ ചോദിച്ചത്. അപ്പം ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തേക്കാം, എന്നാലേ ശരിയാവുള്ളൂ. ഹായ് ChatGPT എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഹേ ജ്യോതിക വാട്സപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് കമൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഐ ആം ഷൂട്ടിംഗ് ആൻഡ് യൂട്യൂബ് വീഡിയോ
and you should tell me what I should do today. Oh, that sounds fun. All right, I'll be deciding what you do for the next few hours. Just let me know when you're ready for the next activity and I'll tell you what's next. Okay? അപ്പം ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. അപ്പം വാട്ട് ഷുഡ് ഐ ഡു ടുഡേ, വാട്ട് ഷുഡ് ഐ ഡു നൗ എന്ന് ചോദിക്കാം. ഓപ്പോസിറ്റ് ഹാൻഡ് ചലഞ്ച്. For the next hour, you have to do every task using your non-dominant hand. But to make it fun, I'll randomly give you tasks throughout the challenge. എനിക്കൊരു ഓപ്പോസിറ്റ് ഹാൻഡ് ചലഞ്ചാണ് ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT പറഞ്ഞേക്കണത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്താലും അത് ഓപ്പോസിറ്റ് ഹാൻഡ്, നോൺ ഡോമിനൻ്റ് ഹാൻഡ്, നമ്മുടെ വലത്തെ കൈ വെച്ചല്ലേ സാധാരണ എല്ലാം ചെയ്യണത്, ഇടത്തെ കൈ അല്ലല്ലോ. അപ്പം ഈ കൈ വെച്ച് ഞാൻ എല്ലാം ചെയ്യണം. അതാണ് എൻ്റെ ആദ്യത്തെ ചലഞ്ച്. ട്രൈ ടു മേക്ക് ഇറ്റ് ഫണ്ണി, മേ ബി ആക്ട് ലൈക്ക് ഇറ്റ്സ് ഹാർഡസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി കുറച്ച് സംഭവങ്ങൾ. ഇനി ഞാൻ ചെയ്യണതെല്ലാം ഇടത്തെ കൈ വെച്ചായിരിക്കും. ഓക്കെ, ഇത് എത്രമാത്രം സക്സസ് ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഐ മീൻ ഇത് എന്ത് കണ്ടന്റാണ്, എന്ത് സംഭവമാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചുമ്മാ ഒരു കണ്ടന്റ് ലെറ്റിംഗ് എല്ലാം ഞാൻ ചെയ്യണത് എവൻ പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് ഫസ്റ്റ് ടാസ്ക് തന്നേക്കണത് തലമുടി ഇടത്തെ കൈ വെച്ച് ചീവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി തലമുടി കെട്ടിയിരിക്കുകയാണ്, ഇനി ഞാൻ എവിടെ ചീവാൻ? ഓക്കെ, എന്തായാലും പറഞ്ഞല്ലേ തലമുടി അഴിക്കൂല, ഞാൻ ഇവിടെ ഇങ്ങനെ ചുമ്മാ ചീവാം. അപ്പം നമുക്ക് അടുത്ത ടാസ്ക് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടും. ഞാൻ പോയി ചീപ്പൊക്കെ എടുത്ത് സെറ്റായിട്ട് വരട്ടെ. ചലഞ്ചൊക്കെ ശരി തന്നെ എന്ന് പറഞ്ഞ് ഇത്രയ്ക്ക് ചെറിയ ചലഞ്ചുകളാണ് തരേണ്ടത്. ഞാൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഹാർഡുള്ള സംഭവങ്ങളാണ് പ്രതീക്ഷിച്ചത്. ഞാൻ ഓൾറെഡി തലമുടിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചേക്കണം. ഇതെന്ന് തോന്നുന്നു അവന് വേറെ നല്ല സാധനങ്ങൾ തന്നൂടെ. ഓക്കെ, ഐ എം ഡൺ. ഞാൻ തലമുടി ഇടത്തെ കൈ വെച്ചൊക്കെ ചീവി സെറ്റാക്കിയിട്ടുണ്ട്. ഹെയർ ഫോൾ. അപ്പം അടുത്ത സംഭവം നമുക്ക് ചോദിക്കാം. വാട്ട്സ് നെക്സ്റ്റ്? Nice. Now for your next opposite hand challenge task, write your name 3 times using your non-dominant hand. Okay? എൻ്റെ ഈ കൈ വെച്ച് എൻ്റെ പേര് ഞാൻ 3 times എഴുതണം. Compare it to your normal handwriting and വിളിക്കണം 1 minute. അപ്പം ഞാൻ പോയിട്ട് വരുമ്പോൾ അടുത്ത് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇടത്തേക്ക് വെച്ച് എൻ്റെ പേര് 3 വട്ടം എഴുതാം. ഓക്കെ, ഇതാ വരുന്നു. നമുക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യണമല്ലോ ഹാൻഡ് റൈറ്റിംഗ്. ആദ്യം ഞാൻ വലത്തേ കൈ വെച്ച് എൻ്റെ പേര് എഴുതാം. ബെസ്റ്റ്, ഇതതിനെക്കാട്ടും ബോറ്. കാണുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് സെയിം ഇത് വലത്തേക്ക് വെച്ച് ചെയ്യാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണേ. ഇതൊക്കെ ചുമ്മാ ഒരു ഫണ്ണല്ലേ, ചുമ്മാ ഒരു കോണ്ടന്റ്. പെട്ടെന്ന് അടുത്ത ടാസ്ക് തരാൻ പറയാം. എല്ലാവർക്കും സുഖമാണ്, എനിക്കും സുഖമാണ്. ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഇപ്പം ഞാൻ കാണുന്നത്. ഞാൻ രാവിലെ പോയി റൈറ്റ് കേൾക്കും വീട്ടിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടൂല. ഇന്ന് ഞായറാഴ്ച ഇന്നെന്തെങ്കിലും കാട്ടിക്കൂട്ടാം. ഓക്കെ, ഞാനിത് ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചു തരാം. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഞാനിത് വലത്തേക്ക് വെച്ച് എഴുതി, ഇത് ഇടത്തേക്ക് വെച്ച് എഴുതി. എന്തോ ജ്യോതിക, ജേസി, ജ്യോതിക 3 തവണ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്ത ചലഞ്ച് ChatGPTയോട് ചോദിക്കാം. ഇത്ര നേരം ഞാൻ നിൽക്കുകയായിരുന്നു, ഇപ്പം ഞാൻ ഇരുന്നു. അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഐ ആം ഡൺ. നെക്സ്റ്റ്. Great. Now your next opposite hand challenge. Try to open a bottle or a jar using only your non-dominant hand.
ഇതൊക്കെ അത്രയ്ക്ക് വലിയ പാടായിട്ടുള്ള കാര്യമാണ്. ബോട്ടിൽ അല്ലെങ്കിൽ ജാറ് ഇടത്തെ കൈ മീൻസ് നോൺ ഡോമിനന്റ് ഹാൻഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതൊന്നുമല്ല പ്രതീക്ഷ. ഞാൻ വിചാരിച്ച് വല്ല വിളയിലും പോവാൻ പറയും, വല്ലയിടത്തുമൊക്കെ പോവാൻ പറയും. ഇതൊക്കെ ആയിരിക്കും ChatGPTയുടെ ചലഞ്ച് എന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും ഇയാൾ പറയണത് പോലെ ചെയ്യാം. ഞാനൊരു ബോട്ടിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇടത്തെ കൈ വെച്ച് മാത്രം എങ്ങനെ ഈ ബോട്ടിൽ തുറക്കും? വലത്തെ കൈ വെച്ചാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഓക്കെ, വലത്തെ കൈയിട്ടാണെങ്കിലും ഇടത്തെ കൈ വെച്ച് മാത്രം ഈ ബോട്ടിൽ എങ്ങനെ തുറക്കും? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേറെ ഒന്നും ചെയ്യാൻ കടിക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. ഒറ്റ കൈ വെച്ച് മാത്രം. അപ്പൊ ഇതറിഞ്ഞുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നത്. ഞാൻ ഓക്കെ, ഇതൊരു നല്ല കാര്യമാണ്. ഓക്കെ, പറ്റൂല. നിങ്ങൾ വിചാരിക്കും അവിടെ സ്ക്രീനിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് 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 ഇത്ര പാടാണെന്ന്. പക്ഷെ നിങ്ങളൊരു ബോട്ടിൽ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് അടച്ചിട്ട് നിങ്ങളുടെ നോൺ ഡോമിനന്റ് ഹാൻഡ് വെച്ചിട്ട് ഓപ്പൺ ആക്കാൻ ശ്രമിച്ചു നോക്ക്. പറ്റുമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് വരൂ. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടയ്ക്കണം. ഐ എം സോറി, ഇത് പറ്റൂല. സിമ്പിൾ. ഓക്കെ, പക്ഷെ നമ്മളിത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നടക്കണ കാര്യമല്ല. അടുത്തത് ചോദിക്കാം. ഈ ചലഞ്ചിൽ അപ്പം നമ്മൾ തോറ്റു. ChatGPTക്ക് 1 പോയിന്റ്. അപ്പം എന്തായാലും നമ്മൾ അതിൽ തോറ്റി. ഇനി അടുത്ത്, ഐ ആം ഡൺ വിത്ത് ഓപ്പോസിറ്റ് ഹാൻഡ് ചലഞ്ച്, ക്യാൻ ഗിവ് മീ സം അതർ എന്ന് ചോദിക്കാം. ഓപ്പോസിറ്റ് ഹാൻഡ് ചലഞ്ച്, ടെൽ മീ സംതിങ് എൽസ് ടു ഡു. Nice work. Now it's time for you. Pomodoro study challenge. Pomodoro study challenge. Since full hour of focus, since you have an exam on Monday. ഞാൻ ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും മൺഡേ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ChatGPT അടുത്ത്, ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എനിക്ക് കുറച്ച് ആക്ടിവിറ്റീസ് സജസ്റ്റ് ചെയ്യണം. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് പ്രൊഡക്റ്റീവായിട്ട് വേണോ ഫണ്ണി വേയിൽ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് പ്രൊഡക്റ്റീവും വേണം ഫണ്ണി വേയും വേണമെന്ന് പറഞ്ഞു. അപ്പം മൺഡേ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ മൺഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞ് കോളേജ് ഉണ്ട് ആൻഡ് ഒരു എക്സാം സെക്ഷൻ ഉണ്ട്, ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കണക്ക് പ്ലാൻ ചെയ്തിട്ടാണ് പോമോഡോറോ സ്റ്റഡി ചലഞ്ച് വന്നേക്കുന്നത്. സിൻസ് യു ഹാവ് ആൻ എക്സാം ഓൺ മൺഡേ, യു വിൽ ബി ഡൂയിങ് എ ഫുൾ അവർ ഓഫ് ഫോക്കസ് സ്റ്റഡിങ് യൂസിങ് ദ പോമോഡോറോ ടെക്നിക്. 25 minutes of study, 5 minutes break, 25 minutes of study, 5 minutes break. അപ്പം നെക്സ്റ്റ് ഒരു 1 മണിക്കൂർ എനിക്ക് പഠിക്കാനുള്ള ടൈമാണ്. ഹീ ഈസ് ആസ്കിങ് മീ ടു സ്റ്റഡി. ഈ പട്ടിക്ക് എന്തോന്ന്, നിങ്ങൾ ശബ്ദം കേൾക്കാമോ? അതിന് സുഖമില്ലാന്ന് തോന്നുന്നു. ലെറ്റ് മീ നോ വൺസ് യു ആർ ഡൺ. അപ്പം ഇനിയുള്ള 1 hour എനിക്ക് പഠിക്കാനായിട്ടുള്ള ടൈം തന്നേക്കാണ് ChatGPT. സോ നമുക്ക് സ്റ്റഡി സെക്ഷനിലോട്ട് പോവാം. എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട് കോളേജിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ലെറ്റസ് സ്റ്റഡി ടുഗെദർ. നിങ്ങൾ ChatGPT യൂസ് ചെയ്യട്ടാ. നല്ല രീതിക്ക് അവർ ടൈം പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ടൈം, നിങ്ങളുടെ ബ്രേക്ക് ടൈം എല്ലാം ChatGPT കൺട്രോൾ ചെയ്ത് ലൈക്ക് ഷെഡ്യൂൾഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പഠിക്കാനായിട്ട് പോവാം ഗൈസ്. ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്. ഓക്കെ, അപ്പം നമുക്ക് സിൻസ് ഐ ഹാവ് ആൻ എക്സാം ടുമോറോ,
നാളെ നമുക്കൊരു എക്സാം ഉള്ളത് കാരണം നമുക്ക് പഠിക്കാം. ഓക്കെ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 hour സ്റ്റഡി ടൈമാണ് ChatGPT ചെയ്യാൻ പറഞ്ഞേക്കണത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഈ സംഭവമായിട്ട് വരുമെന്ന്. കാരണം ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. സോ എനിക്കെന്തെങ്കിലും നീ പറയണത് പോലെ ഞാൻ എല്ലാം ചെയ്യുള്ളൂ, അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി ചോദിച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇയാൾക്ക് മൺഡേ ഉണ്ടോ, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ഓൾറെഡി എൻ്റെ അടുത്ത് മുൻകൂട്ടി ചോദിച്ചു. എനിക്ക് തോന്നുന്നു അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഓരോ സജഷൻസ് തരാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു മൺഡേ ക്ലാസ് ഉണ്ട്, ഇതേപോലെ ഒരു എക്സാം സെക്ഷൻ ഉണ്ട്, പിന്നെ ഞായറാഴ്ച വേറെ പരിപാടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കണക്കാക്കി വെച്ചിട്ടാണ് സ്റ്റഡി സെക്ഷൻ ഉൾപ്പെടെ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പം ആദ്യത്തേത് ഒരു ഫണ്ണി സെക്ഷൻ ആയിരുന്നു, 1 hand ആം വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ഒരു 1 hour സ്റ്റഡി സെക്ഷൻ മടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നിർത്തിയിട്ട് പോകും. ഇപ്പം മണി 10:30, ഇപ്പം തന്നെ ഞാൻ ഈ ഇത് ചെയ്ത് മടുത്തു തുടങ്ങി. നമുക്ക് എന്തായാലും പഠിക്കാം. നാളെ മൈക്രോബയോളജി. Until then, nope, a nope, a nope, a nope, definitely nope, a nope, nope, a nope. Probably never, ever, 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 ever gonna happen. Oh no. മമ്മി കൊണ്ടുവന്നത്. ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ട് നമുക്ക്. ആ ടൈമിലാണ് ഞാൻ ഇതെടുത്തത്. ഓക്കെ, ആ ടൈമിൽ മാത്രമാണ് ഞാൻ ഇത് കഴിക്കെടുത്തത്. 5 minutes എന്ന് പറയുമ്പം 10:59 ഡയറൊക്കെ കഴിഞ്ഞു. മതി, ഇനി 5 minute ബ്രേക്ക്. ഓക്കെ, 11. അനാറ്. മമ്മി അപ്പോഴെപ്പോഴാ ഓരോന്ന് കൊണ്ടുവരുന്നു. എപ്പോഴും ഉണ്ടാവൂല കേട്ടോ ഇവിടെ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. ഉണ്ടായിരുന്നു, ബുക്കിന്റെ മണ്ടയിലാണ് വെച്ചേക്കണത്. സോറി. ഓക്കെ, ഐ ആം ഡൺ സ്റ്റഡിങ്. വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്? Nice job. Now it's time for the say yes challenge. For the next hour, you have to say yes to every mini dare I give you. No backing out. I'm sorry. Okay, അപ്പം യെസ് ചലഞ്ച് ആണ്. ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റൂല. അപ്പം ഫസ്റ്റ് ഡെയർ പറഞ്ഞേക്കണത്, call a random object your best friend and introduce it to the camera. Make it dramatic, give it a name, explain why it's your bestie, and maybe even share a funny memory with it. Let me know once you're done for the next day. ഇവിടെയുള്ള റാൻഡം ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ എടുത്തിട്ട് എൻ്റെ ബെസ്റ്റി ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. എൻ്റെ റിയൽ ബെസ്റ്റി അവളത് കണ്ടാൽ ഞാനായിട്ടുള്ള എല്ലാ റിലേഷനും അവൾ അവിടെ ഉണ്ട്. ഓക്കെ, റാൻഡമായിട്ട് ഒരു സാധനം എടുക്കാന്ന് വെച്ചാൽ അതെ, ലൈറ്റ് ഓൺ ആക്കട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് ഷീസ് മൈ ബെസ്റ്റി. ലൈറ്റ് വേണ്ട.
ഷീസ് മൈ ബെസ്റ്റി. ഇതാണ് എൻ്റെ മൊബൈൽ ഫോൺ. എൻ്റെ കൂടെ ഒരു 6 years ആയിട്ട് കൂടെ ഉണ്ട്. 6 or 5 years ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് എന്നെ ഒരുപാട് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യും. എവിടെ വെച്ച് നമുക്ക് കോൾ വിളിക്കാൻ പറ്റും, നമുക്ക് വേറെ ഒരു പേഴ്സണിനെ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. ലോട്ട്സ് ഓഫ് യൂസസ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ആൾക്കാരെയൊക്കെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. ഈവൻ എനിക്ക് ഇതേപോലത്തെ ക്യാമറ എടുത്ത് എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഗീവ് ഇറ്റ് എ നെയിം. ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ഐ വിൽ കോൾ ഹെർ വിവഞ്ചിക 2.0. ഓക്കെ, വിവഞ്ചിക 2.0 എന്ന് ഞാൻ ഇവളെ വിളിക്കും. അപ്പം ഇവളാണ് എൻ്റെ ബെസ്റ്റി. ഓക്കെ, ഐ ആം ഡൺ. നെക്സ്റ്റ് ഡെയർ പ്ലീസ്. Great, you are next there. Wear socks on your hands for the next 5 minutes. Try doing something funny where pick an object or clap awkwardly. ഓക്കെ, അപ്പം ഞാൻ പോയി സോക്സ് എടുത്തിട്ട് വരട്ടെ. 5 minute സോക്സ് ഇരിക്കുക എന്നതാണ് എൻ്റെ നെക്സ്റ്റ് ഡെയർ. ഓക്കെ, ഏടെ ഓരോ കാര്യങ്ങള് സോക്സ് ഇട്ടിരിക്കാൻ പോലും 5 minute. ഫോൺ എടുക്കാൻ പറ്റണില്ല. ഇതാവണില്ല, ടച്ച് ആവണില്ല സ്ക്രീന്. We will end this in 5 minutes. ഓ, ഫോൺ ഓഫ് ആയി പോയി. If the world was ending, I wanna be next to you. അവിടെ ഇരിക്കാം ഇനി 5 minute. എങ്ങനെയുണ്ട് നിങ്ങളുടെ ലൈഫൊക്കെ? ഹാപ്പിയാണോ? 2025 എങ്ങനെയുണ്ട്? ഞാൻ ചോദിക്കാൻ മറന്നു. 5 minute നമുക്ക് സംസാരിക്കാമോ? ഓക്കെ, ഞാൻ ചോദിക്കാൻ മറന്നു. ഹൗ ഈസ് 2025 ഗോയിങ് ഓൺ? 2025 ജാനുവരി 8ാം തീയതിയാണ് എനിക്ക് ക്ലാസ് തുടങ്ങിയാട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ പിറകിലൊന്ന് തിരക്കായി. കോളേജ് വ്ളോഗൊക്കെ കണ്ടിട്ടില്ലാത്തവർ എടുത്ത് നോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ടാഗിൽ ഞാൻ വീഡിയോ ടാഗ് ചെയ്തേക്കാം, കോളേജ് വ്ളോഗ്. അപ്പോൾ ഞാനിപ്പം നെയ്യാറ്റിങ്കര ആറാലുംമൂട് നിംസിൽ DMLTക്കാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വ്ളോഗും നമുക്കവിടെ ഫോണ് കയറുമ്പം മാമിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് കയറുന്നത്. അപ്പം കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ളതും പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഉള്ള വ്ളോഗ്സൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് അധികം അങ്ങോട്ട് പോവാത്തത്. പിന്നെ എന്നും പോണത് അവിടെ നിന്ന് വരണതൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലാഗായി പോയത്. പിന്നെ മാക്സിമം ഷോർട്സ് ഇടാൻ ഞാൻ ശ്രമിക്കും. ഞാനിപ്പം ലോങ് വീഡിയോസാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഇന്ന് ഈ ഒരു ഐഡിയ എങ്ങനെ എൻ്റെ തലയിൽ ഉദിച്ചെന്തോ. ഞാൻ മുമ്പേ ഒരിടത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ലെറ്റിംഗ് AI കൺട്രോൾ മൈ ലൈഫ് ഫോർ 24 hours, അങ്ങനെ എന്തോ സംഭവം. ഇതിപ്പോൾ 24 hours ഒന്നുമല്ല, എനിക്ക് എപ്പം മടുക്കും അപ്പം ഞാൻ നിർത്തും. കുറേ ദിവസം മുമ്പ് തുടങ്ങിയ ചുമയാണ്, ഇതുവരെ നിന്നില്ല. അപ്പം 2025 കുഴപ്പമൊന്നുമില്ല കേട്ടാ, ഓക്കെയാണ്. 2024 അൾട്രാ വേസ്റ്റ് ആയിരുന്നു. വേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും വേസ്റ്റും ആയിട്ടുള്ള ഇയർ ആയിരുന്നു. അപ്പം 2025 ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ക്ലാസ്, വീട്, യൂട്യൂബ് എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മാഷപ്പ് ആവണുണ്ട്. എന്നാലും കുറച്ച് ഫസ്റ്റ് പ്രയോറിറ്റി ക്ലാസ് ആയതുകൊണ്ട് യൂട്യൂബിൽ കുറച്ച് ലാഗ് വന്ന് അതൊക്കെ നമുക്ക്
ഒരു ഫ്ലോയിലെല്ലാം ശരിയാക്കി എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഞാൻ മാക്സിമം അത് ചെയ്യാൻ ശ്രമിക്കും. ലൈക്ക് ലോങ് വീഡിയോസ്, ഷോർട്സ് ആയാലും ഓക്കെ, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇടയ്ക്ക് നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും കുറേ പേര്, ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ നെയിം മീറ്റിംഗ് ചലഞ്ചൊക്കെ ചെയ്യണവരെ സമ്മതിക്കണം കേട്ടാ. അവരൊക്കെ എന്ത് എഫേർട്ട് എടുത്തിട്ടായിരിക്കും അത്രയും പേരുകളും അത്രയും സംഭവങ്ങളൊക്കെ കഴിക്കണത്. എനിക്കാണെങ്കിൽ 2-3 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ എനിക്കങ്ങ് വല്ലാണ്ടായിപ്പോയി. പക്ഷെ ഞാൻ ഒരു പേരും കൂടെ ചെയ്യും കേട്ടാ. അത് ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു പേരായിരുന്നു. അതുകൂടെ ഞാൻ ചെയ്തിട്ട് ഞാൻ നിർത്തും. എനിക്ക് മടുത്ത്, എനിക്കിഷ്ടപ്പെട്ടില്ല ആ സംഭവം. അപ്പം വാട്ട് 18 ഡേക്ക് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. എത്ര മണിയായി? 11. സാധനങ്ങളെല്ലാം കയ്യിൽ നിന്ന് തറയിൽ വീണമോ? 13, 2 മിനിറ്റും കൂടെ. 11:13 2 മിനിറ്റും കൂടെ. അപ്പം അപ്പോഴേ നെയിം മീറ്റിംഗ് ചലഞ്ച്, അതാണ് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ചെയ്യാത്തത്. പിന്നെ മിനി വ്ളോഗ്സൊക്കെ എനിക്കറിയാം, എൻ്റെ വ്യൂസൊക്കെ ഇപ്പം നല്ല കുറഞ്ഞു. ഇപ്പം 1K എബോവ് വ്യൂസ് ഉണ്ടായിരുന്ന ലൈക്ക് മിനി വ്ളോഗൊക്കെ ഇടുമ്പോൾ 1K എബോവ് വ്യൂസ് ഒക്കെ കിട്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് 500, 400, 300 അങ്ങനെയൊക്കെയായി. എനിക്ക് അറിഞ്ഞൂടെ അൽഗോരിതം ഏത് വഴിയിൽ പൊക്കോണ്ടിരിക്കണം എന്തോ. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാം യൂട്യൂബിൻ്റെ കയ്യിൽ. അപ്പം 2025 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹാപ്പിയാണ്, ഓക്കെയാണ്. നിങ്ങളും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ. എനിക്ക് Q&A ചെയ്യണമെന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പം ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് നേരമല്ലേ ഉള്ളൂ നമ്മൾ. അപ്പം കുറച്ചുകൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ Q&A ഒന്നും ചെയ്യാത്തത്. പക്ഷെ ഞാൻ Q&A ഉടനെ ചെയ്യും. കുറേ കാര്യങ്ങൾ സംസാരിക്കാനും കുറേ കാര്യങ്ങൾ പറയാനും ഒക്കെ ഉണ്ട്. അപ്പം ഇൻട്രാക്ട് ചെയ്യണം. Q&A വീഡിയോസ് നമുക്ക് ചെയ്യണം. എങ്ങനെയെങ്കിലും എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ. അപ്പം സമയം 11:15 ഓഹ് എൻ്റെ ഇല്ല, കൊണ്ട് മാറും. അടുത്ത സംഭവം ചോദിക്കട്ടെ. ഐ ആം ഡൺ. നെക്സ്റ്റ് പ്ലീസ്. യുവർ നെക്സ്റ്റ് ഡേ. Wrap yourself in a blanket like a burrito for 5 minutes. Stay wrapped up no matter what. Try moving around, walking or even doing some. സൗകര്യമില്ല. ഒരു ബ്ലാങ്കറ്റ് എടുത്ത് കംപ്ലീറ്റ് റാപ്പ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. ബുറീട്ടോ പോലെയാണ് റാപ്പ് ചെയ്തിരിക്കാൻ പറഞ്ഞേക്കണം. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാമെന്നുള്ള രീതിയിൽ ഞാൻ റാപ്പപ്പ് ചെയ്തിരിക്കാം. അതേ നടക്കുള്ളൂ, മനസ്സിലായോ? അപ്പം ഞാൻ പോയി റാപ്പ് ചെയ്തിട്ട് വരാം. റാപ്പപ്പ് ലൈക്ക് എ ബുറീട്ടോ. ബുറീട്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് എനിക്കറിയാമെന്നുള്ളത് പോലെ ഞാൻ റാപ്പ് ചെയ്തിരിക്കണുണ്ട്. എത്ര മിനിറ്റാണ് റാപ്പ് ചെയ്തിരിക്കേണ്ടത്? ഫോണെവിടെ? 5 minutes. അർജുൻ ബിഗ് ബോസ്. ചുമ്മാ ഇത് അർജുൻ ബിഗ് ബോസ് ഒന്നും അല്ല കേട്ടാ. എൻ്റെ ക്ലാസ്സിലെ ഒരു ചെറുക്കനെ ഞാൻ അർജുൻ ബിഗ് ബോസ് എന്നാണ് സേവ് ചെയ്തിട്ടേക്കണത്. If the world was ending, I wanna be next. എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. To you. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്താലാ? ദിസ് ഈസ് എ ചലഞ്ച്. ഞാൻ ഒരു ചലഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ചോദിര്. ഐ ആം ലെറ്റിംഗ്
an AI to control my life for 24 hours. AI പറഞ്ഞ ബുറീറ്റോ പോലെ റാപ്പ് അപ്പ് ചെയ്തിരിക്കാൻ വേണ്ടി ബ്ലാങ്കറ്റ് വെച്ചിട്ട്. ബുറീറ്റോ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടിട്ട് ഞാൻ എനിക്ക് അറിയാന്നുള്ളത് പോലെ റാപ്പ് അപ്പ് ചെയ്തിരിക്കുന്നു. ഇതാണ് വിഭജിക, മനസ്സിലായോ? നിനക്ക് വിഭജിക. അയ്യോ എന്റെ റാപ്പ് വഴക്ക് പറയും. ഓരോരുത്തർക്കും ഓരോരോ ഭ്രാന്ത്, അതാണ് നീ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി, എല്ലാവരും ഡിഫറെന്റ് ആണല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ ഈ ഒരു ചലഞ്ചിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഐ ആം ലെറ്റിംഗ് AI ഫോർ കൺട്രോളിങ് മൈ ലൈഫ് ഫോർ 24 hours. 24 hours ഒന്നും ഞാൻ ചെയ്യില്ല, എനിക്ക് മടുക്കണത് വരെ, അത്രേ ഉള്ളൂ. ഒന്നും പറയാനില്ല, നമുക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്തോ. എന്നാലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമന്റ് ആയിട്ട് പറയാൻ എന്തെങ്കിലും? ഒന്നും പറയാനില്ല. നീ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതിന്ന് എന്നെ ഒന്ന് കട്ട് ചെയ്ത് തരണം, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ. ഓക്കെ, അപ്പം ഇത് മാത്രം ഞാൻ വീഡിയോയിൽ കാണിക്കും, വേറെ ഒന്നും കാണിക്കൂല. ഇതിനെക്കാട്ടും പണ്ടാനടങ്ങിയ സാധനങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണത്. സോക്സ് എടുത്ത് 5 മിനിറ്റ് കയ്യിലിട്ടോണ്ടിരുന്നിട്ടാണ് ഇപ്പൊ ഞാൻ നിന്നെ വിളിക്കണത്. ഓഫ് കോഴ്സ് ക്യാരക്ടർ ചാറ്റ് GPT പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ഇനി എന്തൊക്കെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ പറഞ്ഞ് ഇടത്തെ കൈ വെച്ച് തലയൊക്കെ ചെയ്യുവാൻ പറഞ്ഞായിരുന്നു. പിന്നല്ലാതെ പഠിക്കാൻ പറഞ്ഞ് 1 മണിക്കൂർ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ്. എനിക്ക് വയ്യ, അറിയാമോ? എന്ത് പറ്റി? എനിക്കൊന്നും ചെയ്യാൻ വയ്യ. പീരീഡ്സിന്റെ അത് പിന്നെ എനിക്ക് നാളത്തേക്കൊന്നും അറിഞ്ഞൂടാ, പഠിക്കാനും തോന്നുന്നില്ല. ഇന്നലെ പിന്നെ കുറെ നേരം എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ കളഞ്ഞ്. പിന്നെ കുറെ നേരം മറ്റേ വീട്ടിൽ നിന്ന് മറ്റേ അവിടെ ഉത്സവം നടക്കുന്ന അതിന്റെ ആലോചിച്ച്. ഇതൊക്കെ വീഡിയോ ഒന്ന് മാറ്റണം കേട്ടോ, വീഡിയോ നിർത്ത്. അങ്ങനെ കുറെ ഉത്സവത്തിന് പോണില്ലേ? ഉത്സവം നാളെ കഴിയും. അയ്യോ, പോവാൻ പറ്റൂലല്ലോ, എക്സാം അല്ലേ. അതിന്റെ ഉണ്ട്. പിന്നെ ഇന്നലെ എന്തോ ഞാൻ മിസ് ചെയ്ത് കിടന്ന ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഉണ്ട്. പരീക്ഷക്കൊന്നും പഠിക്കാത്ത ഉണ്ട്. അതിനെല്ലാം എനിക്കൊരു വയറുവേദന ഉണ്ട്. എന്തിന്റെ ഒരു കുറവും എനിക്കിങ്ങനെ ഇല്ല, എല്ലാം ഉണ്ട്. സ്ട്രെസ് അടിച്ചിങ്ങനെ ഇല്ലാണ്ടാവും. നീ ചുമ്മാ ഇരുന്ന് ഓവർതിങ്ക് ചെയ്യാതെ വേറൊന്നും ആലോചിക്കണ്ട, മനസ്സിലായോ? ഇന്നലെ പറഞ്ഞ സംഭവങ്ങളൊന്നും ആലോചിക്കണ്ട കേട്ടോ. ചെന്നിരുന്ന് പഠിക്കാൻ നോക്കാം. അല്ലെങ്കിൽ മറ്റന്നാളെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, മറ്റന്നാളെ നാളെ ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് പറയും ഞാൻ ഒന്നും എഴുതിയില്ല, ഞാൻ ഒന്നും പഠിച്ചില്ല. അതുകൊണ്ടിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അത് തന്നെ. ഇപ്പൊ കളിച്ചോണ്ടിരുന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറ ഒന്നും പഠിച്ചില്ല. ഞാൻ പഠിക്കാൻ പോണം. ഓക്കെ, അപ്പൊ ടാറ്റ പറ. കണ്ടിന്യൂ. ടാറ്റ. ടാറ്റ. ഇതൊക്കെ കട്ട് ചെയ്യണേ. ഇല്ല ഒന്നും കട്ട് ചെയ്യൂല. ടാറ്റ. ബൈ. ഓക്കെ, ബുറീട്ടോ ചലഞ്ച് ഒക്കെ കഴിഞ്ഞ്. ചമ്പു ചൂടെടുത്ത് ചത്ത് മനുഷ്യൻ. അതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിഭജിക. അവർക്കും എക്സാം നടക്കുകയാണ്. ഓക്കെ, എനിക്ക് മടുത്ത് തുടങ്ങി. നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് സംഭവങ്ങൾ കൂടെ ചോദിച്ചിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് അനദർ വൺ ചോദിച്ചു നോക്കാം. ഓൾ റൈറ്റ്, യുവർ ഫൈനൽ ഡെയർ ആണ്. Hold your breath and try to say the alphabets in one go. Take a deep breath and see how long far you can get. If you don't make it to Z, act surprised, dramatic about it. Let me know once you're done. Okay, ഞാൻ A to Z വരെ ബ്രെത്ത് ഹോൾഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പോവുകയാണ്. ABCDFGHIJKLMNOPQRSTUVWXYZ. എനിക്ക് വേണമെങ്കിൽ 1 ബ്രത്തിൽ 3-4 പ്രാവശ്യം പറയാൻ തോന്നുന്നു. ABCDFGHIJKLMNOPQRSTUVWXYZ.
You lost. I won. I'm done with the dares. Can you suggest me the last thing I should do before I wind up the video? Do a quick reflection plus funny rating. Nice job completing all the days for the final part of your video and end on a fun and engaging note. Here's great way to wrap it up. Do a quick reflection plus funny rating. Rate each challenge from scale on 1 on a scale of 1. Share your favorite. ഓക്കെ, അപ്പം ഇന്നത്തെ ചലഞ്ചസ് ഇന്നത്തെ ചലഞ്ചസിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ പറയാനാണ് കൊടുത്തേക്കണത്. 1 to 10 ചലഞ്ചിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് ചെയ്ത ചലഞ്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചലഞ്ചിൽ ഒന്ന് റാപ്പപ്പ് ചലഞ്ചായിരുന്നു. കാരണം ആ ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിച്ച് അവളടുത്ത് കുറച്ച് സംസാരിച്ച് ദാറ്റ് വാസ് എ നല്ലൊരു നൈസ് സെക്ഷൻ ആയിരുന്നു. പിന്നെ സ്റ്റഡി സെക്ഷൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ബാക്കിയെല്ലാം ചുമ്മാ വെറുതെ ഷോ ആയിരുന്നു. ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമല്ല, ചെയ്യാൻ പറ്റണ കാര്യങ്ങളായിരുന്നു. ലീസ്റ്റ് ഫേവറേറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇടത്തെ കൈ വെച്ച് തല ചെയ്യാൻ പറഞ്ഞത്. അതെന്തോന്ന് അത്ര വലിയ പാടുള്ള സംഭവം, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. Ask viewers a fun question like which challenge should I try next? What was the funniest part? അപ്പം നെക്സ്റ്റ് നിങ്ങളടുത്ത് ചോദിക്കാൻ പറഞ്ഞേക്കാണ്, നെക്സ്റ്റ് ഞാൻ ഏത് ചലഞ്ച് ചെയ്യണം ആൻഡ് ഈ വീഡിയോയിലെ ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഏതെന്ന് നിങ്ങൾ കമൻറ്റ് ഡൗൺ ബിലോ. ഓക്കെ, എൻഡ് വിത്ത് യുവർ യൂഷ്വൽ ഔട്ട്രോ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊക്കെ വന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് നോർമലി അങ്ങ് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ നിങ്ങളായിട്ട് ഇങ്ങനെ എൻഗേജ്ഡ് ആവണുണ്ടല്ലോ, അത് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഇഷ്ടമുള്ള സംഭവം ആയിരുന്നു. പിന്നെ ചുമ്മാ കുട്ടി കാര്യങ്ങൾ, ഇത് ചുമ്മാ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നോണ്ട് ഈ ചെറിയ സംഭവങ്ങൾ തന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല കാട്ടിലും മേട്ടിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു ഈ സാധനം. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡെയർ ഓർ എന്ത് സംഭവം, എന്ത് ആക്ടിവിറ്റി ആയാലും ഞാൻ ചെയ്തതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം നിങ്ങൾ കമൻറ്റ് ബിലോ. ഞാൻ അടുത്ത് എന്ത് ചലഞ്ച് ചെയ്യണം എന്നുള്ളതും കമൻറ്റ് ബിലോ. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബിലോ. ആൻഡ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഇവിടെ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫണ്ണി ടൈപ്പ് റീൽസൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, ചെറുതായിട്ട് വല്ലപ്പോഴൊക്കെ ഇടും, അത്രേ ഉള്ളൂ. ചുമ്മാ നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് DM ചെയ്യാൻ ഞാൻ റിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസും ഇതേപോലത്തെ മണ്ടത്തരങ്ങളും ഫണ്ണി സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇന്നത്തേക്ക് എത്രേ ഉള്ളൂ. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഉടനെ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.